മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി നടക്കുവാണ്. ആളുകളും കാറുകളും മറ്റു ടാക്സികളും ഒരുപോലെ തിങ്ങി നിറഞ്ഞ് ഒഴുകുന്ന തെരുവ്. മഞ്ഞയും കറുപ്പും അടിച്ച ടാക്സി കാറുകൾക്ക് മുകളിലൂടെ കാണുന്ന നിരന്നു വരുന്ന ചുവപ്പൻ ഡബിൾ ഡെക്കർ ബസ്സുകൾ, കൊളാബ സ്ട്രീറ്റിലെ കാഴ്ചകളും ഒപ്പം ചില ചില്ലിംഗ് എക്സ്പീരിയൻസുമായി ഞങ്ങളുടെ പുതിയ മുംബൈ എപ്പിസോഡ്. എല്ലാവർക്കും രമേശ് ആൻഡ് സുരേഷ് വ്ലോഗ്സിലേക്ക് ഹാർദമായ സ്വാഗതം. ഇതാണ് കാണുന്നത് താജ് ഹോട്ടലിന്റെ പുതിയ കെട്ടിടമാണ്. ഞങ്ങളോടൊപ്പം അർജുനുമുണ്ട്. ഞൊത്തുഞെരുങ്ങി മുമ്പിലേക്ക് എത്തുമ്പോൾ കാണുക താജ് പാലസിന്റെ പുതിയ കെട്ടിടം. അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ താജ്മഹൽ ഹോട്ടലിന്റെ മാനേജ്മെന്റ് 1972 പാനാമിന്റെ ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടൽസ് ഡിവിഷനിലേക്ക് ഫ്രാഞ്ചൈസി ചെയ്ത് തുറന്ന ദി താജ്മഹൽ ഇന്റർ കോണ്ടിനെന്റൽ എന്ന പേരിലുള്ള പുതിയ ടവർ വിങ് ആണിത്. ഇന്ന് താജ്മഹൽ ടവർ എന്നറിയപ്പെടുന്ന ഇത് ഡാരിയസ് ബാറ്റ്ലിവാലയും റുസ്തം പട്ടേലും സംയുക്തമായി രൂപകൽപ്പന ചെയ്തതാണ്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇന്ത്യയിലെ മുംബൈ നഗരത്തിൽ യാത്രക്കാരെയും ചരക്കുകളെയും കയറ്റുന്നതിനും ഇറക്കുന്നതിനുമുള്ള ഒരു പ്രധാന തുറമുഖമായിരുന്നു അപ്പോളോ ബന്ദർ എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ വെല്ലിംഗ്ടൺ പിയർ. അവിടെ 1890 വില്യം ബൂത്ത് ഗ്രീൻ നിർമ്മിച്ച ചരിത്ര പ്രസിദ്ധമായ ഗ്രീൻസ് ഹോട്ടൽ 1904 നവംബറോടെ ടാറ്റ ഗ്രൂപ്പ് ഈ ഗ്രീനിന്റെ മാളികകൾ വാങ്ങുകയും അവരുടെ ഇന്ത്യൻ ഹോട്ടൽസിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തു. ആ സ്ഥലത്താണ് ഇന്ന് താജ്മഹൽ ടവറിന്റെ സ്ഥാനം. ഇതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വിഷ്വൽസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കിട്ടുക. നാണ്ട വിഷ്ണു ഫ്രണ്ടിൽ പോകുന്നു. എന്ത് രസമുണ്ട് കാണാൻ. താജ് ഹോട്ടലിന്റെ പഴയതും അതുപോലെ തന്നെ ഈ പുതിയ കെട്ടിടവും. ആളുകൾ ഒഴുകുകയാണ്. ഇവിടെ എല്ലാം തിങ്ങി നിറഞ്ഞ ആളുകളാണ്. പ്രത്യേകിച്ച് ഇന്നൊരു വീക്കെൻഡ് ഡേയുടെയാണല്ലോ. കൊളാബ ടൂറിസ്റ്റ് ഡിസ്ട്രിക്റ്റിന്റെ കാഴ്ചകൾ തുടരുമ്പോൾ ഈ താജ്മഹൽ പാലസിന്റെ മുമ്പിലുള്ള തെരുവാണ് പ്രേം രാംചന്ദ്രി മാർഗ്. താജ്മഹൽ പാലസിൽ നിന്ന് ആരംഭിച്ച് ബോംബെ പ്രസിഡൻസി റേഡിയോ ക്ലബ്ബ് വരെ നീളുന്ന പ്രേം രാംചന്ദ്രി മാർഗ്, അപ്പോളോ ബന്ദർ റോഡ് അല്ലെങ്കിൽ PJ രാംചന്ദ്രി മാർഗ് എന്നും ഇത് അറിയപ്പെടുന്നു. 1965 പത്താൻകോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ ആസ്ഥാനമാക്കി കോംബ്രസ് എന്നറിയപ്പെടുന്ന 3ാം നമ്പർ സ്ക്വാഡ്രണിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്ന PR രാംചന്ദ്രനി 1965 സെപ്റ്റംബർ 26-ന് 24 വയസ്സ് തികയുന്നതിന് മുമ്പ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു. ആ ധീരനായ വ്യോമസേനാ പോരാളി പ്രേം രാംചന്ദ്രയുടെ ത്യാഗത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ റോഡിന് ആ പേര് നൽകിയത്. മറുസൈഡിൽ വിശാലമായി കിടക്കുന്ന അറബിക്കടലിന്റെ തീരത്ത് നിറയെ ബോട്ടുകൾ. 1903 തുറന്ന ഇന്തോ സാർ സൈനിക ശൈലിയിൽ നിർമ്മിച്ച ഒരു പൈതൃക 5 നക്ഷത്ര ആഡംബര ഹോട്ടൽ താജ്മഹൽ പാലസ്. മുംബൈയിൽ നിന്ന് ഏകദേശം 1050 കിലോമീറ്റർ അകലെ ആഗ്ര നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന താജ്മഹലിന്റെ പേരിലാണ് ഈ ഹോട്ടൽ. പാഴ്സി വ്യവസായി JN ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള ബ്രിട്ടീഷ് ഭരണകാലം മുതൽ കിഴക്കൻ മേഖലയിലെ ഏറ്റവും മികച്ച ഹോട്ടലുകളിൽ ഒന്നായിരുന്നു ഇത്. താജ് ഹോട്ടൽസ് റിസോർട്ട്സ് ആൻഡ് പാലസിന്റെ ഭാഗമായ ഈ ഹോട്ടലിന് 600ഓളം മുറികളും 44 സ്യൂട്ടുകളുമുണ്ട്. 45,000 രൂപയുടെ മുറികൾ മുതൽ 2 ലക്ഷം രൂപയുടെ ലക്ഷൂറിയസ് സ്യൂട്ട് റൂമുകൾ വരെ. 1600 ജീവനക്കാരാണ് ഇവിടെയുള്ളത്. ഹോട്ടലിൽ 9 റെസ്റ്റോറന്റുകളും ബാറുകളുമുണ്ട്. ലൈസൻസ്ഡ് ബാറുകൾ ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോട്ടലായിരുന്നു ഇത്. മുംബൈയുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഹൃദയഭാഗത്ത് അവിസ്മരണീയമായ താമസം പ്രദാനം ചെയ്യുന്ന താജ്മഹൽ പാലസും താജ്മഹൽ ടവറും ചരിത്രപരമായും വാസ്തുവിദ്യാപരമായും പരസ്പരം വ്യത്യസ്തമാണ്. ഇത് ഇസ്ലാമിക നവോത്ഥാന ശൈലികളുടെ സമന്വയമാണ്. ലോകത്തെവിടെയും അതിന്റെ വ്യതിരിക്തമായ സവിശേഷതകൾ പകർത്താൻ ആർക്കും കഴിയാത്ത വിധം ഇതിന് ഒരു വാസ്തുവിദ്യാ വ്യാപാര മുദ്രയുണ്ട്. എന്നാൽ രണ്ടും കാണാൻ അതിഗംഭീരം തന്നെ. ഈ ഹോട്ടലിന് മറ്റു ചില പ്രത്യേകതകൾ കൂടെയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുത കണക്ഷൻ ഉള്ള ഹോട്ടലും ആദ്യത്തെ സ്ത്രീ ജോലി ചെയ്യുന്ന ഒരു ഹോട്ടലും ഇതാണെന്നാണ് കേട്ടത്. ഒരു ദിവസം മുഴുവൻ ഭക്ഷണശാലയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോട്ടൽ കൂടിയായിരുന്നു ഇത്.
നഗരത്തിലെ ആദ്യത്തെ വ്യക്തമായ ലാൻഡ്മാർക്ക് ഹോട്ടൽ, ദക്ഷിണേഷ്യയിലെ ഏതൊരു കെട്ടിടത്തിന്റെയും ഏറ്റവും വലിയ ചരിത്രങ്ങളിലൊന്ന്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആശുപത്രിയായി ഉപയോഗിച്ച താജ് ഹോട്ടൽ 2008 തീവ്രവാദ ആക്രമണത്തിന് ഇരയായി. അതിന്റെ നാശനഷ്ടം പരിഹരിച്ച് വീണ്ടും 2010 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ വീണ്ടും തുറന്നു. അങ്ങനെ പറയുന്നതിനിടയ്ക്ക് ഈ ഹോട്ടലിന്റെ മുമ്പുവശം ഒന്ന് അടുത്ത് കാണുകയും വേണം. ഒത്താൽ ഒരു കാപ്പിയും കുടിക്കണം എന്ന് കരുതി ഒന്ന് ട്രൈ ചെയ്യുവാണ്. വിഷ്ണു നേരെ ചെന്ന് സെക്യൂരിറ്റിയോട് കാര്യം തിരക്കി. ഇപ്പം ബ്രഞ്ച് മാത്രമേ ഉള്ളൂ പെർ പേഴ്സൺ എടുക്കുന്നത്. 150 എന്ന് പറഞ്ഞാൽ 1900. ബ്രഞ്ചേ ഉള്ളെന്ന്, അതും 1900 രൂപയ്ക്ക്. ആ വിഷമത്തിൽ അടുത്ത് കണ്ട ഗൂഗിൾ ചായക്കടയിൽ കയറി ഇവിടെ 21 വയസ്സ് കഴിഞ്ഞവർക്ക് നിറമുള്ള മറ്റേ വെള്ളം കൊടുക്കത്തുള്ളൂ. നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇരിക്കുന്ന ടേബിളിൽ നുരയും പതയും വരുന്ന നിറമുള്ള വെള്ളം ആർക്കാണ്ട് വേണ്ടി ഒഴിച്ചു വെച്ചു. ഞങ്ങൾ ഓംലേറ്റ് കഴിക്കാൻ വേണ്ടി കടയിൽ കയറിയതാണ്. കുറച്ചു നേരം കഴിഞ്ഞ് ഓംലേറ്റ് വന്നു. അത് കഴിഞ്ഞ് ചിക്കൻ ലോലിപോപ്പ് വന്നു. അതിന്റെ ഇടയ്ക്ക് നിറമുള്ള വെള്ളം തീരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല കേട്ടോ. അല്ലാതെ കഴിച്ചോ. ഇവിടെ ഈ കാപ്പിനൊക്കെ വിലക്കുള്ള ഇത് 20 രൂപ, പുറത്ത് 12 രൂപ. ഇവ കാശ് ലാഭിക്കാൻ വേണ്ടി ഇത് കുടിച്ച്. പിന്നെ എന്തിനാണോ എന്തോ തിരിച്ചറിഞ്ഞപ്പോഴേക്ക് നേരെ വിരട്ടി. പെട്ടെന്നായിരുന്നു ഇരുട്ട് മൂടിയതും ആളുകൾ തടിച്ചു കൂടിയതും ടാക്സികൾ കുത്തി നിറഞ്ഞതും. വർണ്ണാലങ്കാരത്തിൽ തിളങ്ങി നിൽക്കുന്ന ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, അതിന്റെ ഇടയ്ക്ക് നിറയെ ആളുകൾ, വെളിച്ചം തെളിഞ്ഞ താജിന്റെ മിന്നാരങ്ങൾ. കുറെ സമയം ഇടികൊണ്ട് നടന്ന ശേഷം 100 രൂപയ്ക്ക് ഒരു കാറിൽ കയറി തിരിച്ചു പോവുകയാണ്. ടാക്സി കാറിൽ നിറഞ്ഞൊഴുകുന്ന തിരക്കേറിയ റോഡിൽ നിറയെ വെളിച്ചങ്ങൾ കത്തിച്ചു പായുന്ന വണ്ടികൾ, ഓർമ്മകൾ പേറുന്ന അനേകം ശില്പങ്ങൾ, സ്മാരക സ്തംഭങ്ങൾ, വർണ്ണവിളക്കുകളും അലങ്കാരങ്ങളും, അങ്ങനെ കുറെ രാത്രി കാഴ്ചകൾ. രാത്രിയായിട്ടുകൂടി യുവാക്കൾ നിറയുന്ന ഏഷ്യാറ്റിക് സൊസൈറ്റി സ്റ്റേറ്റ് ലൈബ്രറിയുടെ പടികൾ. അങ്ങനെ ഒടുവിൽ CST സ്റ്റേഷന് മുമ്പിൽ വണ്ടി ഇറങ്ങി നേരെ അടുത്തുള്ള ഫുഡ് സ്ട്രീറ്റിലേക്ക് 50 രൂപയ്ക്ക് പൊറോട്ടയും കടലക്കറിയും വാങ്ങിച്ച് അടിക്കുവാണ്. സമയം തീരെ ഇല്ലാത്തതുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും നോക്കാതെ വെട്ടി വിഴുങ്ങുകയാണ്. സോയാബീൻ ഒക്കെ ആണല്ലോ. ശേഷം സ്റ്റേഷനിലേക്ക് പോയി ട്രെയിൻ കയറിയുള്ള മടക്കയാത്രയാണ്. മുംബൈ യാത്ര ഇങ്ങനെ പോകുമ്പോൾ ബാക്കി അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ജോയിൻ ചെയ്തു മെമ്പറായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. ബെൽ ബട്ടൺ കൂടി അമർത്തേക്കണേ. അടുത്ത ഒരു കിടുക്കാച്ച് വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.